കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ്. അതുപോലെ തന്നെ അതിന് പ്രേരിപ്പിക്കുന്നതും കുറ്റകരമാണ്. അപ്പം ഈ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പണം കൊടുക്കുന്നതും ആ കൈക്കൂലി ഇനത്തിൽ വരില്ലേ? ഇല്ലേ? അപ്പം അങ്ങനെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൈക്കൂലി കൊടുക്കുന്ന ഒരു വീഡിയോ ഇപ്പം സ്പ്രെഡായിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കിക്കേ. ചേച്ചി അവിടെ ഒന്നിട്ട് വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത പൈസ കൊടുക്കുന്ന മോശം ആരുടെ കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശം വെനസന്റെ എനിക്ക് മനസ്സിലായില്ല. ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. പൈസ കൊടുക്കില്ല. എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, ഞങ്ങളുടെ വാർഡല്ലേ. നിങ്ങളുടെ തേങ്ങ എന്റെ മൊബൈലിൽ നിങ്ങളെന്ത് വിചാരിച്ചു? അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ ബഹുമാനത്തോട് കാണാം. എന്റെ മൊബൈൽ നമ്മൾ അങ്ങേയറ്റം ബഹുമാനമുള്ളതാണ്. നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കാം. അങ്ങനെ മൊബൈൽ ആക്കുന്ന കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഫോട്ടോ എടുക്കണ്ടല്ലോ, അതെങ്ങനെ നിങ്ങളുടെ ഫോട്ടോ എടുക്കണം? നിങ്ങൾ ഇല്ലല്ലോ, നിങ്ങൾ ആദ്യം എന്താ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കാം. നിങ്ങൾ പൈസ ചെയ്തോളി, നിങ്ങൾ ചെയ്തോളി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്റെ മൊബൈലിൽ ചോദിക്കുന്ന കാര്യം നിങ്ങൾക്കില്ല, എന്റെ മൊബൈലിൽ വെച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്കില്ല. എന്നാലും എൻ്റെ ശോഭേച്ചിയെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ചുറ്റിനും ചാരന്മാരുള്ളതെന്ന് അറിയത്തില്ലേ? എത്ര കറക്റ്റായിട്ടാണ് ഈ ചാരന്മാർ വന്ന് ഇതെല്ലാം പൊക്കിയെടുത്തത്. ഒരു ചെറിയ ശ്രദ്ധക്കുറവില്ലല്ലേ അവന്മാർ ആ വീഡിയോ പകർത്തിയത്. ഇലക്ഷനായി. സത്യം പറഞ്ഞാലുണ്ടല്ലോ, വോട്ട് അത് ജനങ്ങളുടെ അവകാശമാണ്, അധികാരമാണ്. അങ്ങനെ ഓരോ വോട്ടും ആർക്ക് ചെയ്യണം എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. നല്ല അന്തസ്സായിട്ട് കൈക്കൂലി കൊടുക്കാതെ, കള്ളത്തരം കാണിക്കാതെ, നല്ല അന്തസ്സായിട്ട് വോട്ട് ചെയ്ത് വോട്ട് നേടി ജയിച്ചു വരുന്നതിലല്ലേ അന്തസ്. ഈ കുരു പൊട്ടുന്നവന്മാർ വന്ന് ഇതിൻ്റെ അടിയിൽ വന്ന് കുരു പൊട്ടിക്കാനായിട്ട് നിൽക്കണ്ട. എല്ലാ കമൻസും ഞാൻ കാണുന്നുണ്ട്. നിൻ്റെയൊക്കെ വിചാരം ഇതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് കുറച്ച് തെറി കമൻസ് തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ച് അങ്ങോട്ട് കമൻസ് ഇട്ടാൽ ഞാനങ്ങ് പേടിച്ച് മാളത്തിൽ ഒളിക്കുമെന്ന് വിചാരിച്ചോ? ഒരിക്കലുമില്ല. എൻ്റെയൊക്കെ ഈ കമൻറ്റ് കാണുമ്പോൾ ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് അറിയാവോ? മറ്റേ ഒരു മുദ്രാവാക്യമില്ലേ, നമ്മുടെ ചിന്താ ജെറോമിൻ്റെ ഒരു മുദ്രാവാക്യം. ആ ഒരു മുദ്രാവാക്യമാണ് ഞാൻ ഓർത്തു പോകുന്നത്. അമ്മയ്ക്കുണ്ടായ ആ മുദ്രാവാക്യമില്ലേ, അത് തന്നെയാണ് ഞാൻ ഓർത്തു പോകുന്നത്. അപ്പം നീയൊക്കെ ധൈര്യമായിട്ടിട്ടോ. കാരണം ചിന്താ ജെറോം പറഞ്ഞ ആ ഒരു മുദ്രാവാക്യം നിനക്കൊക്കെ യോജിച്ചതാണ്. അപ്പം ടാറ്റാ.